ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ കാണാം ഒരു കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളും സെറ്റ് കൗണ്ടും വെച്ചിട്ടുണ്ട്. യൂസ്റ്റേറ്റ് ഹുക്കാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ആ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടും. അവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത്, ഈ യൂസ്റ്റേറ്റ് മെത്തേഡ് സെറ്റ് കൗണ്ട് എന്നുള്ള കോൾ ചെയ്ത് ഈ യൂസ്റ്റേറ്റ് വേരിയബിളിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക, അതായത് വാല്യൂ അത് കൂട്ടും. ഇത്രയുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ചൈൽഡ് കമ്പോണൻറ്റോട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ടൊരു ടൈറ്റിൽ പാസ് ചെയ്യുന്നുണ്ട്, ഹലോ വേൾഡ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചൈൽഡ് കമ്പോണൻറ്റിനെ കോൾ ചെയ്യുന്നുണ്ട്, ഡെമോ എന്ന് പറഞ്ഞ്. അതിനകത്തോട്ട് നമ്മൾ ഒരു പ്രോപ്സ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു പ്രോപ്സ്, അതിനകത്തെ വാല്യൂ ഹലോ വേൾഡ് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കത് ടൈറ്റിൽ ഈ പറഞ്ഞ ചൈൽഡ് കമ്പോണൻറ്റിനകത്ത് അത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, വേറൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്ന് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യുകയാണ്. സോ ഇത് ബ്രൗസറിൽ ഇതാ ലോഡ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം 2 പ്രാവശ്യം ഈ കൺസോൾ എടുത്താൽ കാണാം, ഇത് ലോഡ് ചെയ്യുമ്പോൾ തന്നെ 2 പ്രാവശ്യം പേരൻറ്റ് കോൾ ചെയ്യപ്പെട്ടു, 2 പ്രാവശ്യം ചൈൽഡും കോൾ ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, കൗണ്ട് എന്നുള്ള വാല്യൂ കൂടും. അപ്പോഴെന്താ സംഭവിക്കുന്നത് നോക്കാം. അന്നേരം എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ. മൊത്തം ഇപ്പം ആദ്യം 2 പ്രാവശ്യം പേരൻറ്റും 2 പ്രാവശ്യം ചൈൽഡും കോൾ ചെയ്ത്, കാരണം പേരൻറ്റ് റെൻഡർ ചെയ്യുമ്പോൾ ചൈൽഡും അതിനോടൊപ്പം റെൻഡർ ആകും. അടുത്ത പ്രാവശ്യം എന്താ സംഭവിച്ചു നോക്കി. ഇവിടെ പേരൻറ്റ് ചേഞ്ച് ചെയ്തു, അതിനോടൊപ്പം ചൈൽഡും വീണ്ടും റീറെൻഡർ ചെയ്യപ്പെട്ടു. അപ്പം ഓരോ സ്റ്റേറ്റ് പേരൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും ഈ ചൈൽഡും റീറെൻഡർ ചെയ്യപ്പെടും. ആക്ച്വലി ചൈൽഡിനകത്ത വാല്യൂ നിങ്ങൾക്കറിയാം, അത് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, അത് മാറുന്നില്ല ഈ വാല്യൂ. ഇത് ഇപ്പോൾ ഈ ഹലോ വേൾഡ് എന്നുള്ളത് മാറുന്നില്ല. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം, ഇത് റീറെൻഡർ ചെയ്യുന്ന ഒഴിവാക്കാം. അതുപോലെ പെർഫോമൻസ് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മെമ്മോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിയാക്ട് ഡോട്ട് മെമ്മോ കൊടുക്കുക. അതിനകത്ത് ഈ കമ്പോണൻ്റ് എക്സ്പോർട്ട് വരും. അപ്പം നമ്മൾ എക്സ്പോർട്ടിനകത്ത് എക്സ്പോർട്ട് ഡീഫോൾട്ട് റിയാക്ട് ഡോട്ട് മെമ്മോ, അതിനകത്ത് കമ്പോണൻറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മെമ്മോയിസ് എന്ന് പറഞ്ഞാൽ ഇത് ക്യാഷ് ചെയ്യപ്പെടും. റിപ്പീറ്റഡ് ഫംഗ്ഷൻ കമ്പോണൻറ്റ് കോളിൽ ഇതിനകത്ത് ഈ വാല്യൂ മാറുന്നില്ലെങ്കിൽ ഇത് റെൻഡറിൽ നിന്ന് ഒഴിവാക്കും. അതായത് കണ്ടില്ലേ, ഇവിടെ ഇത് സ്റ്റാറ്റിക്കായിട്ടാണ്, ഇതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചൈൽഡിനെ ഇത് മാറുന്നില്ലെങ്കിൽ ചൈൽഡിനെ ആ റീറെൻഡറിൽ നിന്ന് ഒഴിവാക്കും. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെയിം ഇതൊന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ റീലോഡ് ചെയ്ത് 2 പ്രാവശ്യം ലോഡ് ചെയ്ത്. ഇനി നമുക്ക് ഈ ബട്ടണെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടല്ലോ, പേരൻറ്റ് മാത്രമേ റീലോഡ് ചെയ്തുള്ളൂ, ചൈൽഡിനെ അതിൽ നിന്ന് ഒഴിവാക്കി. കണ്ടല്ലോ, ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും പേരൻറ്റ് മാത്രമേ റീലോഡ് ചെയ്യപ്പെടുന്നുള്ളൂ, ചൈൽഡിനെ അതിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഈ കൗണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്തെന്ന് വെച്ചു, അപ്പോൾ ഇത് റീറെൻഡർ ചെയ്യപ്പെടും. ഈ കൗണ്ട് ഇങ്ങോട്ട് പാരാമീറ്ററായിട്ട് ഈ പ്രോപ്സിനകത്ത് കൗണ്ടോടെ പാസ് ചെയ്താൽ ഇത് റീറെൻഡർ ചെയ്യപ്പെടും.